നടനും തമിഴക വെട്രിക്കഴകം തലവനുമായ വിജയുടെ ഭാര്യ സംഗീത വിവാഹമോചനത്തിന് ഹർജി നൽകിയിരിക്കുന്നു. വിജയും നടി തൃഷയും തമ്മിൽ അടുപ്പത്തിലാണെന്ന വിവാദത്തിനിടെയാണ് ഇപ്പോൾ സംഗീത വിവാഹമോചന ഹർജിയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. സന്തോഷായി, നല്ല സന്തോഷായി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജയുടെ രാഷ്ട്രീയ ഭാവിയിലും നിർണായകമായിരിക്കും സംഗീതയുടെ ഈ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത്. നിനക്ക് നാണമുണ്ടോ? ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയിടും. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇതോടുകൂടി ദളപതി വിജയുടെ കണ്ടകശേരി അങ്ങ് പൂർത്തിയായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചില മുഖംമൂടികൾ കഴിഞ്ഞ് വീണു ഗോപാല. എല്ലാ തെളിവുകളുമായിട്ടാണ് പെണ്ണ് വന്നിരിക്കുന്നത്. അതിനുള്ള പ്രധാന കാരണമായി പറയുന്നത് വിജയ്ക്കുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ തന്നെയാണ്, അതായത് അവിഹിത ബന്ധം. ചില മുതലാളിമാരൊക്കെ അങ്ങനെയാ പരമുള്ളേ. വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും. നടി ആരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ, തൃഷ തന്നെയാണ്. ജനസംസാരം അങ്ങനെയാ. എന്റെ എല്ലാ മാനവും പോയി. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തമിഴകത്തിൽ ഈ പറഞ്ഞ തൃശയെയും വിജയും ചുറ്റിപ്പറ്റി ഒരുപാട് ഗോസിപ്പുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാലും ഇവൻ ഇങ്ങനൊരു കടുങ്കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം അവിടുത്തെ അങ്ങാടി പാട്ടാണ്. ഒന്നും വേണ്ടേ, കഴിഞ്ഞ വർഷം തന്നെ ഈ പറഞ്ഞ തൃശയെയും വിജയും ചുറ്റിപ്പറ്റി വലിയൊരു ഗോസിപ്പ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ കയറി വന്ന് എന്റെ ഉണ്ണിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. തർക്കിക്കണ്ടമ്മേ, ശരിയാ മോനെ. അതെല്ലാം ഏയാണ് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഗോവയിൽ വെച്ച് നടന്ന കീർത്തി സുരേഷ് ആന്റണി തട്ടിൽ വിവാഹത്തിനാണ് ഇരുവരും ഒന്നിച്ചെത്തിയത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. ഇങ്ങനെ ഒരു അവിഹിതം കണ്ടെത്തിയതിന് പിന്നാലെ വിജയോട് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ താൻ അഭ്യർത്ഥിക്കുകയും ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് വിജയ് അതിൽ നിന്ന് പിന്മാറാമെന്ന് തനിക്ക് വാക്ക് നൽകുകയും ചെയ്തു. പക്ഷേ വിജയ് ആ വാക്ക് പാലിച്ചില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒരു കാര്യം കൂടി സംഗീത ഡിവോഴ്സ് പെറ്റീഷനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. താൻ ഇതുവരെ ഈ പറഞ്ഞ നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. ഇനി വല്ലാണ്ട് കളിക്കുകയാണെങ്കിൽ ഞാൻ സകല ഡീറ്റെയിൽസും പുറത്തു വിടുന്നതായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയതേട്ടാ. ജോസിന് കാറ്റുകൊള്ളട്ടെ. കുടുംബം നന്നാക്കാൻ അറിയാത്തവൻ നാട് നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള തരത്തിലൊക്കെ ഇനി പ്രചരണങ്ങൾ വരും. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഞാൻ പോകുന്നു. ബൈ ബൈ.